നമസ്കാരം. വളരെയധികം ആശങ്കയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും പോസിറ്റീവായ ഒരു വാർത്തയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് പങ്കുവയ്ക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 2047 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം തികയുമ്പോൾ നമ്മുടെ എയർഫോഴ്സ് സ്ക്വാഡ്രണുകളുടെ എണ്ണം 60 ഉയർത്തപ്പെടും എന്നുള്ളതാണ്. അപ്പോഴേക്കും നമ്മുടെ നിലവിലുള്ള 500-600 ഫൈറ്റർ ജെറ്റുകളുടെ സ്ഥാനത്ത് നമുക്ക് 1200 ഫൈറ്റർ ജെറ്റുകൾ കയ്യിലുണ്ടാവും. ഇതിന് കടമ്പകൾ ഏറെയാണെന്നറിയാം. ഈ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള എയർഫോഴ്സിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ആയുധ കരാറിൻ്റെ ഭാഗമായി നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 31 MQ-9B ഡ്രോണുകളിൽ 21 എണ്ണവും ഇന്ത്യയിൽ വെച്ച് അസംബ്ലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യവും കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള നേട്ടം എന്താണെന്ന് കൂടി പരിശോധിക്കാം. നിലവിൽ 42 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യൻ എയർഫോഴ്സിന് ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ 31 എണ്ണം മാത്രമാണ് പൂർണ്ണതോതിൽ സജീവമായിട്ടുള്ളത്. അതിൻ്റെ കാരണം കാലപ്പഴക്കം ചെന്ന നമ്മുടെ MiG-21, MiG-23 പോലുള്ള വിമാനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള 22 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നിലവിലെ വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കേണ്ടതായി ഉണ്ട്. ഇതിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. തദ്ദേശീയമായി നമ്മൾ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം അവ ഇറക്കുമതി ചെയ്യുകയും വേണം. നിലവിൽ നമ്മുടെ കൈവശമുള്ള വിമാനങ്ങളുടെ എണ്ണം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ വായുസേനയുടെ നട്ടെല്ലായി കരുതപ്പെടുന്ന സുഖോയ് 30 MKI 260 എണ്ണമാണ് നമുക്കുള്ളത്. പിന്നെയുള്ളത് റഫേലും തേജസ്സുമൊക്കെയാണ്. തേജസിൻ്റെ ഓർഡർ കൊടുത്തതിൽ പകുതി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ശരാശരി 18 മുതൽ 20 വരെ എയർക്രാഫ്റ്റുകളാണ് ഒരു സ്ക്വാഡ്രനിൽ ഉള്ളത്. നിലവിൽ തേജസിൻ്റെ മാർക്ക് 1ൻ്റെയും മാർക്ക് 1A ഒക്കെ ഓർഡർ തന്നെ പെൻഡിങ്ങിലാണ്. ഇതിനിടയിലാണ് തേജസ് മാർക്ക് 2ൻ്റെ ഓർഡറും HAL എടുത്തിരിക്കുന്നത്. തേജസിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത് എഞ്ചിൻ്റെ ദൗർലഭ്യമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന എഞ്ചിനോ എങ്ങും എത്തിയിട്ടില്ല. ഇറക്കുമതി ചെയ്യുന്ന എഞ്ചിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. തേജസ് മാർക്ക് 2ൽ ഘടിപ്പിക്കേണ്ട GEയുടെ F414 എഞ്ചിനൊക്കെ വളരെയധികം വൈകുകയാണ്. എയർഫോഴ്സിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരേണ്ടതായി ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ AMCA പ്രോഗ്രാമിൻ്റെ കാര്യവും. ഈ ഒരു പ്രോഗ്രാം വഴി 2047 ആകുമ്പോഴേക്കും ഏകദേശം 200ഓളം വിമാനങ്ങൾ സേനയുടെ ഭാഗമായി തീരുമെന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിലയിരുത്തൽ. ഇവിടെയും വിലങ്ങുതടി എഞ്ചിൻ തന്നെയാണ്. എത്രയും വേഗം ആവശ്യത്തിന് ത്രസ്റ്റുള്ള ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തെ ആശ്രയിക്കുക എന്നതാണ് ഏക പോംവഴി. പിന്നെ ഇതൊക്കെ കൂടാതെ MRFA പ്രോഗ്രാമും നിലവിലുണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന പ്രോഗ്രാമാണ് MRFA. ഈ ഒരു കിടമത്സരത്തിൻ്റെ ഭാഗമായി റഫേലും F-15ഉം F-18 സൂപ്പർ ഹോർണറ്റും യൂറോ ടൈഫോണും Su-35 ഒക്കെ മത്സരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് വേഗത്തിലായാൽ എയർഫോഴ്സിൻ്റെ ഈ സ്വപ്നം പൂവണിയാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്ത്യക്ക് ആവശ്യമായ അമേരിക്കയുടെ പ്രഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യയിൽ വെച്ച് അസംബ്ലി ചെയ്യുന്നതിലേക്ക് വരാം. 31 ഡ്രോണുകളാണ് ഈ ഒരു കരാറിൻ്റെ ഭാഗമായി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. ആദ്യം ഇവയെല്ലാം തന്നെ ഫ്ലൈവേ കണ്ടീഷനിൽ ഇറക്കുമതി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്, അതായത് റെഡി ടു യൂസ് കണ്ടീഷൻ. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൽ 21 എണ്ണം ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുമെന്നാണ്. ഇതിനെക്കുറിച്ച് ഡ്രോണിൻ്റെ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് കമ്പനിയുടെ CEO വിവേക് ലാലാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടത്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. ഇന്ത്യയിലെ ഭാരത് ഫോർജ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പോലുള്ള കമ്പനികളായിരിക്കും അമേരിക്കയിലെ ജനറൽ അറ്റോമിക്സുമായി ഈ ഡ്രോൺ നിർമ്മാണത്തിനായി സഹകരിക്കുക. ഈ ഒരു നീക്കത്തിലൂടെ പല നൂതന സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ കമ്പനികൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. കൂടാതെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന അനവധി തൊഴിലവസരങ്ങളും. ആത്മനിർഭർ ഭാരതിലൂടെ രാജ്യം വികസിക്കട്ടെ. ജയ് ഹിന്ദ്.